ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറൈറ്റി തോരനാണ് കേട്ടോ. നമ്മൾ സാധാരണ പയർ മാത്രം അല്ലെങ്കിൽ ക്യാരറ്റ് മാത്രമായിട്ടാണ് തോരൻ തയ്യാറാക്കാറ്. ഇതിപ്പോൾ നമ്മൾ പയറും ക്യാരറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ആദ്യം ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുകൊന്ന് ചേർത്ത് പൊട്ടിച്ചെടുക്കുകയാണ്. കൂടെ 1-2 വറ്റൽമുളകും കൂടെ അതൊന്ന് പൊട്ടി വരുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഒരു മീഡിയം സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വാടി അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യാരറ്റ് ക്യൂബ്സ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തോ എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ക്യാരറ്റൊക്കെ ഒന്ന് നന്നായിട്ട് വേകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1-2 പച്ചമുളക്, 2-3 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ തോരനൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ക്യാരറ്റ് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ഞാനിവിടെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ ഒരു 1/4 കപ്പ് അളവിൽ ചെറുപയർ വേവിച്ചതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുപയർ വേവിച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടാണ് വേവിച്ചേക്കുന്നത്. ചെറുപയർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വേകുമ്പോൾ ഒരുപാട് വെന്തുടഞ്ഞിട്ട് പോകാൻ പാടില്ല. വെന്തുടഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോരൻ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, വിട്ടുവിട്ട് കിടക്കില്ല. അപ്പോൾ ഇപ്പോൾ ഇതാ ചെറുപയറും എല്ലാം ഒന്ന് സെറ്റായിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പേജ് ലൈക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ വളരെ നല്ല ടേസ്റ്റി ആയിട്ടും കുട്ടികൾക്ക് കാണുന്നുണ്ടെങ്കിലും ക്യാരറ്റും അതുപോലെ തന്നെ പയറും ആയതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. അവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് ഇത് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആർക്കും എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ നമ്മുടെ ഈ പേജിൽ കുറേ കുറേ കുഞ്ഞു റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യുക. എന്നിട്ട് നമ്മുടെ റെസിപ്പീസിനെയൊക്കെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ നല്ല കൊച്ചു വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.